ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ACE3. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് എല്ലാ ആഴ്ചയും 80 ലക്ഷം രൂപ വരെ സമ്മാനമായി നേടൂ. മലയാള സിനിമാ രംഗത്ത് തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷൈൻ നിഗത്തിന്റെ പേരിലുള്ള പ്രശ്നം. വെയിൽ എന്ന സിനിമയുമായി സഹകരിക്കുന്നില്ല എന്ന് കാണിച്ച് നിർമ്മാതാവ് രംഗത്തെത്തിയിരുന്നു. അതോടെയാണ് പ്രശ്നങ്ങളും തുടങ്ങിയത്. പിന്നാലെ ഷൈനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നിർമ്മാതാക്കളും രംഗത്തെത്തി. താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ചെറിയ വിവാദം കൂടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഷൈൻ്റെ 2 സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. ഈ ദിവസം IFFKയിലെത്തിയ ഷൈൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. നിർമ്മാതാക്കൾക്ക് മനോവിഷമമാണോ മനോരോഗമാണോ എന്നറിയുന്നില്ല എന്ന് ഷൈൻ പറഞ്ഞ ഒരു പ്രസ്താവന മാധ്യമങ്ങളും ഏറ്റെടുത്തിരുന്നു. ഇതിന് പിന്നാലെ മാപ്പ് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഷൈൻ. ഫേസ്ബുക്കിലൂടെയാണ് ഷൈൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് IFFK വേദിയിൽ ഞാൻ നടത്തിയ പ്രസ്താവന വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ മുഴുവൻ അംഗങ്ങൾക്കും മനോരോഗമുണ്ട് എന്ന് പറഞ്ഞു എന്നതാണ് വാർത്തകളിൽ വന്നത്. ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ നിർമ്മാതാക്കൾക്ക് മനോവിഷമമുണ്ടോ എന്ന ചോദ്യത്തിന് മനോവിഷമമാണോ മനോരോഗമാണോ എന്ന് ചോദിച്ചത് സത്യമാണ്. ഞാൻ എന്റെ രീതിയിലുള്ള ചിരിച്ചുകൊണ്ടുള്ള മറുപടി മാത്രമാണ് നൽകിയത്. ഞാൻ പറഞ്ഞ ആ വാക്കിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമാപണം നടത്തുന്നു. എന്നെക്കുറിച്ച് ഇതിനു മുൻപ് പറഞ്ഞ വാക്കുകളൊന്നും ഞാനും പൊതുസമൂഹവും മറന്നിട്ടുണ്ടാകില്ല എന്നതാണ് എന്റെ വിശ്വാസം. അന്ന് ഞാനും ക്ഷമിച്ചതാണ്. അതുപോലെ ഇതും ക്ഷമിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. ക്ഷമയാണ് എല്ലാത്തിലും വലുത് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവവും ഞാൻ വിശ്വസിക്കുന്ന എന്റെ സംഘടനയും എന്നും എന്റെ കൂടെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്ഷമയുടെ പാതയിലൂടെ പോകാം. ഇതാണ് ഷൈന്റെ കുറിപ്പ്.